ഒരു വർഷം 1,00,000 സംരംഭങ്ങൾ കേരളത്തിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയായിരുന്നു. ഒരു വർഷം കൊണ്ട് 1,00,000 സംരംഭങ്ങൾ ആരംഭിക്കണം. അതിനുവേണ്ടി എല്ലാ സഹായവും സർക്കാർ ചെയ്യും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യും. അതായിരുന്നു പദ്ധതി വിജയമായിരുന്നു എന്ന് മാത്രമല്ല, വമ്പിച്ച വിജയമായി മാറുകയും 1,00,000 കടന്ന് 1.5 ലക്ഷത്തിനടുത്ത് സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ വലിയ എതിർപ്രചാരണം മലയാള മനോരമ തന്നെ ആരംഭിച്ചിരുന്നു. മലയാള മനോരമയുടെ ലേഖകൻ ഈ സംരംഭത്തിലേക്ക് പോയി ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാണ് എന്ന് സ്ഥാപിക്കാനും, അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എത്ര സംരംഭങ്ങൾ പൂട്ടിപ്പോയി എന്ന് RTI പ്രകാരം അപേക്ഷ എടുത്ത് കേരളത്തിൽ ഇത്ര ശതമാനം ഒരു വർഷം മുമ്പ് ആരംഭിച്ചതിൽ നിന്ന് 25% കമ്പനികൾ പൂട്ടിപ്പോയിരിക്കുന്നു. RTI തന്നെ, വ്യവസായ വകുപ്പ് തന്നെ വിവരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വമ്പൻ വാർത്ത നൽകിയിരുന്നു മലയാള മനോരമ. അതേ മലയാള മനോരമയുടെ വേദിയിൽ വെച്ച് കേരളത്തിലെ വമ്പൻ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യവസായം എന്ന് പറയാൻ പറ്റില്ല, വമ്പൻ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ പുതുതലമുറയിൽപ്പെട്ട ഇളം തലമുറയിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ആ സ്ഥാപനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുതുമുത്തച്ഛന്മാർ തുടങ്ങി മുത്തച്ഛനും അച്ഛനുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി വളർത്തിയെടുത്ത വമ്പൻ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. ആ സ്ഥാപനങ്ങളുടെ ഇളയ തലമുറ അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ എന്തു പറയുന്നു കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ച്? മലയാള മനോരമയുടെ വേദിയിൽ തന്നെ അവർ വിളിച്ചു പറഞ്ഞു, കേരളം വ്യവസായം തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് എന്ന്, കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന്, ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം, വ്യവസായ സൗഹൃദമായി മാറിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നു. മലയാള മനോരമയ്ക്ക് തന്നെ അത് വാർത്തയായി നൽകേണ്ടിമെന്നും മലയാള മനോരമ സമ്പാദ്യം കേരള ബിസിനസ് സമ്മിറ്റിലെ ന്യൂ ഫേസ് ഇൻ ലെഗസി ബിസിനസ് എന്ന പ്രത്യേക സെഷൻ ഉണ്ടായിരുന്നു. ഈ വമ്പൻ സ്ഥാപനങ്ങളുടെ ഇളതലമുറ ഇപ്പോൾ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു, അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് വാർത്ത നൽകിയത്. ഈ വാർത്തയിൽ മറ്റൊരു കളി കൂടിയുണ്ട്, അത് പിന്നീട് പറയാം. ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുത്തത്? മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടിന മുത്തൂറ്റ്, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്സ് ആൻഡ് റിസോർട്സ് MD അരുൺ ചിറ്റിലപ്പള്ളി, നെസ്റ്റ് സോഫ്റ്റ്വെയർ ബിസിനസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് CEO നസ്നീൻ ജഹാംഗീർ, ഇൻഡിഗ്രോ ഫുഡ്സ് ആൻഡ് ബീവറേജസ് കിച്ചൺ ട്രഷേഴ്സ് MD ആൻഡ് CEO അശോക് മാണി എന്നിവരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തവർ. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നു, കേരളം വ്യവസായ സൗഹൃദം എന്നാണ് വാർത്തയുടെ തലക്കെട്ട് കൊടുത്തുകൊണ്ട് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്. ഓൺ മനോരമയാണ് മലയാള മനോരമ ഓൺലൈൻ്റെ ഇംഗ്ലീഷ് പതിപ്പ്. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: കേരള ഈസ് സ്യൂട്ടബിൾ ഫോർ എന്റർപ്രണർഷിപ്പ്, സെയ്സ് യങ് ജനറേഷൻ ഇൻ ബിസിനസ് ഫാമിലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയുടെ തലക്കെട്ട്. കേരള ഈസ് സ്യൂട്ടബിൾ ഫോർ എന്റർപ്രണർഷിപ്പ്, സെയ്സ് യങ് ജനറേഷൻ ഇൻ ബിസിനസ് ഫാമിലീസ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. 2025 ജനുവരി 17 വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ 4 പേർ ഇരുന്ന് ചർച്ച നടത്തുന്ന വൻകിട ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ P. രാജീവ്, വ്യവസായ വകുപ്പ് മന്ത്രി, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: മലയാള മനോരമയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ പതിപ്പിൽ സുദീർഘമായൊരു ലേഖനത്തിലൂടെ കേരളം സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ നാടാണെന്ന വിവരണം വായിക്കുകയായിരുന്നു. കേരളത്തിലെ തന്നെ പ്രമുഖ വ്യവസായ കുടുംബത്തിൽ നിന്നുള്ള 4 പേരുടെ അഭിപ്രായമാണ് മനോരമയുടെ ഇംഗ്ലീഷ് ലേഖനത്തിൽ നൽകിയിരിക്കുന്നത്. മലയാള മനോരമ സമ്പാദ്യം കേരള ബിസിനസ് സമ്മിറ്റ് സെഷനിൽ പങ്കെടുത്ത ഈ 4 പേരിൽ എല്ലാവർക്കും കേരളം സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ നാടാണ് എന്ന കാര്യത്തിൽ ഒരേ അഭിപ്രായം. കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളായ കിച്ചൺ ട്രഷേഴ്സ്, മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ്, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക്, നെസ്റ്റ് സോഫ്റ്റ്വെയർ മേധാവികളാണ് നമ്മുടെ നാട് പൂർണ്ണമായും വ്യവസായ സൗഹൃദമാണെന്ന് അംഗീകരിക്കുന്നത്. പുതിയ മേഖലകളിലേക്ക് നിക്ഷേപങ്ങൾ വ്യാപിപ്പിക്കാനുള്ള സാധ്യതകളും ഇവരിൽ പലരും ഇതേ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ രാജ്യത്ത് തന്നെ ഒന്നാമതെത്തിയത് സംരംഭകർ നൽകിയ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും ഈ പ്രതികരണങ്ങളും സംരംഭകർക്ക് സർക്കാരിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതും കേരളം സമാനതകളില്ലാത്ത മുന്നേറ്റം വ്യവസായ മേഖലയിൽ സൃഷ്ടിക്കുന്നുവെന്ന് തെളിയിക്കുന്നതുമാണ്. നമുക്ക് മുന്നേറാം. കേരളത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 വ്യവസായങ്ങളിൽ രാജ്യത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാം എന്നാണ് P. രാജീവ് പറയുന്നത്. അതിനുശേഷം ഓൺ മനോരമയിൽ വന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് കൂടി പങ്കുവെക്കുന്നുണ്ട് P. രാജീവ്. ഇപ്പോൾ കേരളത്തിൽ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പുതിയ ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമാണ്.
ബ്രൂവറി അനുവദിച്ച് പുതിയ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരുന്നു. 800 കോടി രൂപയുടെ നിക്ഷേപമാണ്. 800 കോടി രൂപയുടെ നിക്ഷേപം. ആ നിക്ഷേപം വേണ്ട, കേരളത്തിൽ പുതിയ ബ്രൂവറി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം. എന്താണ് പ്രശ്നം? കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ കേരളത്തിലെ സംരംഭകർ തന്നെ രംഗത്ത് വരുന്നു. സർക്കാരിന് അത് വലിയ മുതൽക്കൂട്ടായി മാറുമെന്ന ഭയം UDF-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ വ്യവസായം വരുന്നതിനെ എതിർക്കുകയും ചെയ്തത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. കേരളത്തിലേക്ക് ഒരു വർഷം 10 കോടി ലിറ്റർ സ്പിരിറ്റ് ആവശ്യമുണ്ട്. ഒരു തുള്ളി സ്പിരിറ്റ് പോലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. എല്ലാം വരുന്നത് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. ആ ലോബി സ്വാഭാവികമായും ഇതിൽ ഇടപെടും. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി MP രാജേഷ് ചോദിച്ചത്, നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് പറഞ്ഞാൽ മതി എന്ന്. ആരുടെ കയ്യിൽ നിന്ന്? അന്യസംസ്ഥാന സ്പിരിറ്റ് മാഫിയയുടെ കയ്യിൽ നിന്ന് എത്ര പണം പറ്റി എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചത് MP രാജേഷ്. ഒരു കാര്യം മറയില്ലാതെ പറയാൻ കഴിയും, കേരളത്തിൽ വ്യവസായ രംഗത്ത് വലിയ മാറ്റം സംജാതമായിട്ടുണ്ട്. ആ മാറ്റത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് കേരളം ചെയ്യേണ്ടത്. അതിൽ പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിന് എതിര് നിൽക്കരുത്, അതോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. ദേശീയപാത വികസനത്തെ ഇത്രയും കാലം വൈകിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ ഭരണാധികാരികൾ തന്നെയാണ്. ഇച്ഛാശക്തിയില്ലാത്ത ഭരണാധികാരികൾ. ജനങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രയാസങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം നൽകി അവരെ ഒരു വേദനയും കൂടാതെ പുനരധിവസിപ്പിച്ച് വ്യവസായം ആരംഭിക്കണം. ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ കേരളം വളരുകയുള്ളൂ, പുതിയ വ്യവസായങ്ങൾ വരികയുള്ളൂ, പുതിയ നിക്ഷേപങ്ങൾ വരണം. കാരണം ഇപ്പോൾ പെട്രോളിൽ തന്നെ 25% പെട്രോൾ ചേർക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. എന്ന് വെച്ചാൽ വലിയ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. അതിനെ പ്രയോജനപ്പെടുത്താതെ തടഞ്ഞു നിർത്തുക. അത് എന്തിന്? വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ, വൻ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ, പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചാൽ തൊഴിൽ കിട്ടും ചെറുപ്പക്കാർക്ക്, കേരളം വളരും. അങ്ങനെ വളർന്നാൽ അത് ഇപ്പോഴത്തെ സർക്കാരിന് ഗുണം ചെയ്യില്ലേ? അതുകൊണ്ട് മുടക്കുക. ഇതാണ് പ്രതിപക്ഷത്തിന്റെ രീതി. അതിന് എല്ലാ പിന്തുണയും നൽകുന്ന മാധ്യമമാണ് മലയാള മനോരമ. ആ മലയാള മനോരമയുടെ വേദിയിൽ വെച്ച് തന്നെ കേരളം വ്യവസായ സൗഹൃദമാണ്, പുതിയ സാധ്യത കേരളത്തിൽ തുറന്നു കിടക്കുന്നു, ഇനിയും കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിൽ നടത്തും എന്ന് പറയുന്നത് ഇളമുറ വ്യവസായികളാണ്. അവർക്ക് കേരളം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. അവർ വിദേശത്ത് പോയി പഠിച്ച് കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ അവിടെ മുത്തച്ഛന്മാർ തുടങ്ങി വെച്ച വ്യവസായം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ചെറുപ്പക്കാരാണ് പറയുന്നത്, മലയാള മനോരമയുടെ വേദിയിൽ വെച്ച് പറയുന്നത്, കേരളം വ്യവസായ സൗഹൃദമാണ്, ഇനിയും കേരളത്തിൽ വലിയ സാധ്യത ഉണ്ട് എന്ന്. എന്നാൽ അത് മറച്ചു പിടിക്കാനും അത് തകർക്കാനും ശ്രമിക്കുന്ന പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മലയാള മനോരമ, ആ മലയാള മനോരമയുടെ വേദിയിൽ വെച്ച് തന്നെ ഇങ്ങനെ ഈ ചെറുപ്പക്കാർ വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് P രാജീവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വരികയും ചെയ്തത്.